Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer ചെയ്യുന്നുണ്ടാരെങ്കിലും prayer ആരുമില്ല prayer ചെയ്യാനായിട്ട്. Ma'am, ഞാൻ share ചെയ്യാം. Okay. Deepika. Dear God, enlighten my mind with truth, inflame my heart with love, inspire my will with courage, enrich my life with service, pardon what I have been, sanctify what I am ordered, but I shall be and things shall be the glory, and mine the eternal salvation. Thank you, God. Good afternoon, everyone. നമ്മള് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. അതിനകത്ത് ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ ഞാൻ സെമിനാർ തന്നിട്ടുണ്ടായിരുന്നു. ആർക്കാണ് സെമിനാർ തന്നത് പ്രസന്റ് ചെയ്യാനായിട്ട്? മാം എനിക്കായിരുന്നു, സിജി. റെഡിയാണോ ചെയ്യാൻ? യെസ് മാം. പക്ഷെ ഇതിനകത്ത് കുറച്ച് ടോപ്പിക് ഉള്ളു, പക്ഷെ ഞാൻ എടുത്തു വന്നപ്പോ കുറച്ച് കൂടിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ കമ്മീഷൻസിന്റെ ആണോ കമ്മീഷൻ ആണോ? അല്ല, കമ്മീഷൻ 4 കമ്മീഷനെ കുറിച്ച് ഞാൻ കുറച്ച് മെയിൻ പോയിന്റ്സ് അതെ എടുത്തിട്ടുണ്ട് ഞാനിപ്പം. മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എനിക്ക് ഇംഗ്ലീഷാണ് കുറച്ച് പറയാൻ പറ്റുക. മലയാളം വാക്കുകൾ എനിക്ക് പറയാൻ ചിലപ്പോൾ കിട്ടില്ല. അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്നാണ് ഡൗട്ട്. കുഴപ്പമില്ല, അന്ന് സിജിയുടേതായിട്ടുള്ള ലാംഗ്വേജിലൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, സിമ്പിൾ. ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഐ തിങ്ക് ഇഫ് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ they can stop me anywhere. ഓക്കെ. അപ്പോ സിജി സെമിനാർ കണ്ടക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോ ഞാൻ പറഞ്ഞു ഇതിനകത്ത് കുറെ അധികം കമ്മീഷന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് 4 എണ്ണം എന്തോ വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. ഇതില് കുറച്ച് നോട്ട്സ് എടുക്കേണ്ടി വരും, കാരണം ഞാൻ നോക്കിയപ്പോ നോട്ട്സ് ഉണ്ട് എടുക്കാനായിട്ട്, എഴുതിയെടുക്കാനുണ്ടാവും. ഓക്കെ, നോട്ട്സ് പറഞ്ഞു കൊടുത്തോളൂ. എല്ലാവരും റെഡി അല്ലേ? കേൾക്കാനും എഴുതാനും ഒക്കെ റെഡിയാണോ മറ്റുള്ളവര്? ഓക്കെയാണ്. നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഇത് കമ്മീഷനെ കുറിച്ചായിരിക്കും കൂടുതൽ. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണെന്ന് പറഞ്ഞു തരും. അപ്പൊ നോട്ട് ചെയ്ത് കഴിക്കാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സിജി. Good afternoon, everyone. I am Siji Jose. Today I am going to take the topic inspection and supervision. First, we look into the inspection. Inspection refers to a specific occasion when a school is examined and calculated as a center of learning in such a manner that suggestions may be given for its improvement, and those suggestions are reported in the report. ഇൻസ്പെക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് സംതിങ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് അവർ വിലയിരുത്തുന്നതിനാണ് നമ്മൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ ഡു ചെക്ക് ദാറ്റ് എവറിത്തിങ് ഇസ് സാറ്റിസ്ഫാക്ടറി. എല്ലാം സാറ്റിസ്ഫൈഡ് ആണോ, നമ്മുടെ നീഡ്സ് എല്ലാം കറക്റ്റ് കവേർഡ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻസ്പെക്ഷൻ ചെയ്യുന്നത്. ആൻഡ് ഇതിൽ നമ്മൾ ആദ്യം ഇൻസ്പെക്ട് ചെയ്തിട്ട് ലേറ്റർ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് last item. So in the area of school organization, one handler, we look for the active and independent thinking and imagination, and their rules and regulations. അങ്ങനെയാണ്.
പിന്നെ ഇൻസ്പെക്ഷൻ ഇസ് ലെസ് അതോറിറ്റേറിയൻ ആൻഡ് റിജിഡ് ഇൻ നേച്ചർ. അധികാരപരിധിയിൽ നിന്നുകൊണ്ടാണ് അവരിത് ചെയ്യുന്നത്. ആൻഡ് സൂപ്പർവിഷൻ വരുന്നത് ഇറ്റ് ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് റിസോഴ്സസ് ആർ യൂസ്ഡ് വൈസ്ലി ആൻഡ് ദാറ്റ് ദ സ്കൂൾ ഇസ് മീറ്റിംഗ് ഇറ്റ്സ് ഗോൾ. അതായത് നമ്മള് സ്കൂളിലുള്ള എല്ലാ റിസോഴ്സും കറക്റ്റ് ആയിട്ട് വൈസ് ആയിട്ടാണോ നമ്മളത് യൂസ് ചെയ്യുന്നത്, കറക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മൾ ആ ഗോളിൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ അത് മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ടോ ആണ് സൂപ്പർവിഷനിൽ വരുന്നത്. ഇതില് at the time of visit, the inspection confined their consideration to the inspection of departmental rules and regulation, condition of the building and equipments, position of staff, register, records, accounts, government grants, etc. ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് അവർ മെയിനായിട്ട് എന്താണ് പരിഗണന ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ ചെയ്യുന്നുണ്ടോ നോക്കും. പിന്നെ ബിൽഡിംഗ് എല്ലാം കറക്റ്റ് ആണോ, എക്യുപ്മെന്റ്സ് ഒക്കെ നമ്മളത് കറക്റ്റ് കണ്ടീഷൻസിലാണല്ലോ യൂസ് ചെയ്യുന്നത്. അത് ഇയർലി ഇപ്പം ഫസ്റ്റ് എയ്ഡിന്റെ ഏരിയയിലാണെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി ഏരിയയിലാണെന്ന് ഇയർലി ചെക്ക് ചെയ്ത് അതിന്റെ എക്സ്പയറി എല്ലാം നോട്ട് ഡൗൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതേപോലെ റെക്കോർഡ്സ്, രജിസ്റ്റേഴ്സ്, അക്കൗണ്ട്സ്, ഇപ്പം അറ്റൻഡൻസ് ആണെങ്കിലും ബാക്കി ഓഫീസിൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ രജിസ്റ്റേഴ്സും അപ് ടു ഡേറ്റ് ആണോ. നമ്മളിപ്പോൾ ഡെയിലി അറ്റൻഡൻസ് ആണെങ്കിൽ അത് ഡെയിലി അത് കംപ്ലീറ്റ് ചെയ്ത് പോകണം, അല്ലാതെ നമ്മളത് പെൻഡിങ് ആയിട്ട് വെക്കാൻ പാടില്ല. ബിക്കോസ് മനുഷ്യന്റെ ഒരു മെയിൻ ഇതാണ് മറവി എന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മറന്നു പോകും. സോ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് കറക്റ്റ് ആയിട്ട് ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് ഈ ഇൻസ്പെക്ഷൻ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. സോ അപ് ടു ഡേറ്റ് ആയിരിക്കണം. പിന്നെ there are several methods for this inspection. There are 4 commissions we are coming across in this chapter. That is, the first one is Sadler Commission. The Sadler Commission, so I think you can take down the notes. Sadler Commission, it is also known as the Calcutta University Commission. It is established in 1970 to investigate the problem of child labor in textile factories. ഇതിനെ കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തത് 1917 പ്രോബ്ലം ഫേസ്ഡ് ബൈ കൽക്കട്ട. കൽക്കട്ടയിലെ അവിടുത്തെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റപ്പ് ചെയ്തത്. അപ്പൊ അവിടുത്തെ കുട്ടികൾക്ക്, അതായത് അവിടെ ജോലി ചെയ്യുന്ന ചൈൽഡ് ലേബർ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടെക്സ്റ്റൈലുള്ള കുട്ടികൾക്ക് എന്താണ് അവർ പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ആൻഡ് ദിസ് എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സർ മൈക്കൽ സാഡ്ലർ. Michael, Michael Sadler, Michael Sadler, to examine the state and future of Calcutta. അവരുടെ സ്റ്റേറ്റിനെയും അവരുടെ ഫ്യൂച്ചർ, കൽക്കട്ടയുടെ ഫ്യൂച്ചറിനെയും കുറിച്ച് എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷന് അവർ ചെയ്തത്. This committee submitted the report in 1990. It was established in 1917, but the commission submitted the report in 1990. സോ നമ്മൾ സാഡ്ലർ കമ്മിറ്റി 1990 എന്നാണ് നമ്മൾ പറയുന്നത്, കാരണം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ഇയർ 1990 ആണ്. Providing a detailed analysis of the education system in British India. Providing a detailed analysis of the education system in British India and making recommendations for its improvement. ഈ കമ്മിറ്റിയിലെ മെയിൻ റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ എഡ്യൂക്കേഷൻ ആണ്. പെൺകുട്ടികളെ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഇതിൽ നമ്മൾ ഈ കമ്മിറ്റിയിൽ ചെയ്യുന്നത്. I think the Sadler Commission is okay with everyone. Did you take down the notes? എല്ലാരും നോട്ട് എഴുതി എടുത്തോ? സുജി പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയോ? എന്താ കേട്ടില്ല? സ്പീഡാണ് നമ്മൾ എഴുതി എടുക്കുമ്പോൾ ഭയങ്കര സ്പീഡാ. ഓക്കെ ഓക്കെ സ്ലോ ഡൗൺ ചെയ്യാം. ഓക്കെ സ്ലോ ഡൗൺ ചെയ്യാം. Sadler Committee is established in 1917 to investigate the problem of child labor in textile factories.
This was established under Sir Michael Sadler. MICHAEL Sadler, SADLER. I think PDF-ൽ അതിന്റെ നെയിം ഉണ്ട്, സ്പെല്ലിംഗ് ഉണ്ട്. To examine the state and future of Calcutta. The government of India set up the Sadler Commission in 1917 to look into the problem faced by Calcutta. This is also known as Calcutta University Commission. This commission submitted the report in 1919, providing a detailed analysis of the education, providing a detailed analysis of the education, providing a detailed analysis of the education system in British India, and making recommendations for its improvement. This is recommended mainly in female education. ടേക്ക് ഓൺ ചെയ്തോ? എല്ലാവരും നോട്ട്സ് എഴുതിയെടുത്തോ? റിപ്ലൈ ചെയ്യൂ, തമ്പിടുന്ന നോട്ട് കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെ ആണ്. Okay. So the next, so the Sadler committee, another name ആണ് Calcutta University Committee in 1990. The next committee is Hartog Committee, HARTOG. ഈ കമ്മിറ്റി ഫോം ചെയ്തിരിക്കുന്നത് 1929-ലാണ്, 1929. It is officially called Indian University Committee. It is officially called Indian University Committee. The British government appointed Sir Philip Joseph Hartog. British government Mr. Philip Joseph Hartogനെയാണ് അപ്പോയിന്റ് ചെയ്തത് to survey this committee to survey the development of education in India. Development of education ഇന്ത്യയിൽ എത്രത്തോളം ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മിസ്റ്റർ ഫിലിപ്പ് ജോസഫ് ഹാത്തോഗിനെ അപ്പോയിന്റ് ചെയ്തത്. He submitted the report the same year. 1929 തന്നെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. He identified the problems of wastage and stagnation in primary education. ഈ റിപ്പോർട്ടിൽ അവർ പറഞ്ഞത് they identified the problem of wastage and stagnation. Wastage എന്ന് പറഞ്ഞാൽ premature withdrawal of children from school before completing primary education. അതായത് കുട്ടികളെ അവരുടെ പ്രൈമറി എഡ്യൂക്കേഷൻ കഴിയുന്നതിന് മുന്നേ തന്നെ അവരെ സ്കൂളിൽ നിന്നും വിഡ്രോ ചെയ്യുക, അതാണ് വേസ്റ്റേജ് എന്ന് പറയുന്നത്. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ റിട്ടൻഷൻ ഓഫ് എ ചൈൽഡ് ഇൻ ദ സെയിം ക്ലാസ് ഫോർ മോർ ദാൻ 1 year. ഒരു ക്ലാസ്സിൽ ഒരു കൊല്ലത്തിനേക്കാൾ ഈ കൊല്ലം കുട്ടി ജയിച്ചില്ല, സോ നെക്സ്റ്റ് ഇയറും ആ കുട്ടി അതേ ക്ലാസ്സിൽ, വീണ്ടും നെക്സ്റ്റ് ഇയർ ജയിച്ചില്ല, വീണ്ടും സെയിം ക്ലാസ്സിൽ തന്നെ. സോ റിട്ടൻഷൻ ഓഫ് എ ചൈൽഡ് ഇൻ ദ സെയിം ക്ലാസ് ഫോർ മോർ ദാൻ 1 year, ഒരു കൊല്ലത്തിനേക്കാളും കൂടുതലായിട്ട് സെയിം ക്ലാസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക പ്രൈമറി എഡ്യൂക്കേഷനിൽ. അതിനെയാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. റിട്ടൻഷൻ എന്ന് വെച്ചാൽ ചൈൽഡ്സ് അബിലിറ്റി ടു റിമെമ്പർ ആൻഡ് അപ്ലൈ ദി നോളേജ് and skills they have acquired.
പല കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് അവരുടെ ആ ഒരു പവർ എടുക്കാൻ പറ്റില്ല. ചിലപ്പം അവര് ഓട്ടിസ്റ്റിക് ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്താ പറയാ അവര് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് കോച്ചിങ് കിട്ടുന്നുണ്ടാവില്ലായിരിക്കാം. അപ്പൊ അതെല്ലാമാണ് നമുക്ക് ഈ കുട്ടിക്ക് എന്താ പറയാ ആ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അതേ ക്ലാസ്സിൽ 1 ഇയർ ആൻഡ് മോർ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത്. അതിനാണ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ദിസ് കമ്മിറ്റി റെക്കമെൻഡഡ് ഈക്വൽ വെയിറ്റ് ബി ഗിവൻ ടു ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. അതായത് ഗേൾസിനും ബോയ്സിനും വാട്ട് ടു സേ ഒരേ ത്രാസിൽ തൂക്കുന്ന പോലെ ഒരേ ഇത് കൊടുക്കണം. അവർക്ക് ഗേൾസിന് കുറവും ബോയ്സിന് കൂടുതലും പാടില്ല. സോ ദേ ഹാവ് ലൈക്ക് അവര് കൂടുതലായിട്ട് ഗേൾസ് ഓൺലി പ്രൈമറി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. ദേ സ്റ്റാർട്ടഡ് ഗേൾസ് ഓൺലി പ്രൈമറി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. ദിസ് ഇസ് മെയിൻലി ഇൻ ടേംസ് ഓഫ് വുമൻസ് എഡ്യൂക്കേഷൻ. So I think all 4 committees are related to women education ആണ്. പെൺകുട്ടികളെ പഠിപ്പിക്കുക എന്നൊരു ഇതിന് റിലേറ്റഡ് ആയിട്ടാണ് വുമൻ എഡ്യൂക്കേഷൻ. പക്ഷെ ഇതില് 100%ഉം ആരും അറ്റൻഡ് ചെയ്തിട്ടില്ല. Still they are lacking many points. So this committee, Hartha committee also, they are in terms of women education. So more girls only primary schools. പിന്നെ ഈ ഗേൾസ് ഓൺലി സ്കൂളിൽ മ്യൂസിക്, ഹോം സയൻസും ആൻഡ് ഹൈജീൻ ആണ് മെയിൻ ആയിട്ട് ദേ വിൽ ബി കവറിങ് ഇൻ ദി സെക്കൻഡറി സ്കൂൾ. പ്രൈമറി സ്കൂളിൽ സാധാരണ ഇത് പഠിച്ചിട്ട് സെക്കൻഡറി സ്കൂളിൽ മ്യൂസിക്കും ഹോം സയൻസും ഹൈജീനെ കുറിച്ചായിരിക്കും പഠിക്കുന്നത്. So this is the Hatha committee which has been recommended all equal weight to be given to both boys and girls education. Is this committee okay with everyone? Did you take down the notes? Notes take down chedo? If it is okay, please give a thumb. റിപ്ലൈ ചെയ്യട്ടോ. If I'm too fast, please tell me so that I can stop and say. ഞാൻ സ്പീഡ് ആണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ സ്ലോലി പറയാം. ഐ നോ ആഫ്റ്റർനൂൺ സെഷൻ ആണ്, എല്ലാവർക്കും ബോറിംഗ് ആണ്, ഉറക്കം വരുന്ന ടൈമാണ്. ബട്ട് സ്റ്റിൽ ട്രൈ ടു ബി വിത്ത് മീ. എടാ കുറച്ച് സ്പീഡ് ആയിരുന്നു, എന്നാൽ ഇച്ചിരി കൂടെ സ്പീഡ് കുറയ്ക്കായിരുന്നു. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ? സമയത്തിന്റെ കാര്യം ഓർത്തിട്ട് പറയാവണ്ട, ആവശ്യത്തിന് സമയം എടുത്തോളൂ. നമുക്ക് ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. സ്ലോ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പരമാവധി സ്ലോ ആക്കുക, എന്നിട്ട് പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുത്താൽ മതി, പ്രശ്നമില്ല. ഇത് കമ്മിറ്റി ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ തന്നെ ഇത് 2 hours എടുത്ത് ക്ലാസ് എടുത്തിട്ടാണ് ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. കുറച്ച് സ്പീഡ് കുറച്ചൊന്ന് പറഞ്ഞു കൊടുത്തു. Okay. Okay, so Hartha committee, I will repeat again one more time. It is formed in 1929. It is officially called Indian University Committee. Indian University Committee. The British government appointed Sir Philip Joseph Hartog. The British government appointed Philip Joseph Hartog Committee. Hello. പറഞ്ഞോളൂ. To survey the development of education in India. To survey the development of education in India. He submitted the report same year. He submitted the report same year. They identified the problem of wastage and stagnation in primary education. This Hatha committee identified the problem of wastage and stagnation in primary education.
Wastage means premature withdrawal of children from school. Wastage means premature withdrawal of children from school before completing primary education. Premature withdrawal of children from school before completing primary education. Stagnation means retention of a child in the same class for more than 1 year in primary education. Stagnation means retention of a child in the same class for more than 1 year in primary education. Retention of a child. Retention means child's ability to remember and apply the knowledge. Retention means child's ability to remember and apply the knowledge and skills they have acquired. എല്ലാരും എഴുതിയെടുത്തോ? റിപ്ലൈ ചെയ്യാട്ടോ, എഴുതിയെടുത്തോ? നോട്ട് എഴുതി കഴിഞ്ഞോ? Yes. Only Maya has done thumbs up. Others. Okay. Okay. So this HATEC committee appoint ചെയ്ത Mr. Philip Joseph recommend ചെയ്തിരിക്കുന്നത് equal weight to be given to both boys and girls education. They recommended equal weight be given to both boys and girls education. In terms of women education, more girls only primary schools were started. In terms of women's education, more girls only primary schools were started. In the secondary schools, music, home science, and hygiene were being covered. In the secondary school, music, home science, and hygiene were being covered. എല്ലാരും എടുത്തോ? എഴുതിയെടുത്തോ? എഴുതിയടാ. Okay. So, രണ്ട് കമ്മിറ്റി നമ്മൾ കണ്ടു. സാഡ്ലർ കമ്മിറ്റി or Calcutta University Committee. Next one is Hatton Committee or Indian University Committee. The next one is Secondary Education Commission. It is in 1952 to 53. Secondary Education Commission. Government appointed Secondary Education Commission on 23rd September 1952. The government appointed Secondary Education Commission on 23rd September 1952 under Dr. A. Lakshmanaswamy Mudaliar. Under Dr. A. Lakshmanaswamy Mudaliar. The Vice Chancellor of Madras University. The government appointed Secondary Education Commission on 23rd September 1952 under Dr. A. Lakshmanaswamy Mudaliar, the Vice Chancellor of Madras University. This commission is also termed as Mudaliar Commission.
സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ നമ്മൾ മുതലിയാർ കമ്മീഷൻ എന്നും കൂടി പറയുന്നതാണ്. The key aspects are, മെയിൻ ആയിട്ട് ഇവരുടെ കീ ആസ്പെക്ട്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൾസറി. ഈ മുതലിയാർ കമ്മീഷന്റെ മെയിൻ ഇത് വന്നിട്ട് മേക്കിംഗ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫ്രീ ആൻഡ് കമ്പൾസറി. The second aspect is improving teacher status and training. Improving teacher status and training. So the first one is making primary education free and compulsory. The second one is improving teacher status and training. The purpose of this committee is to examine the existing secondary education in India. The main purpose is to examine the existing secondary education in India and suggest improvement. The main purpose is to examine the existing secondary education in India and suggest improvement. Recommendation by this committee is secondary education 7 years വേണമെന്നാണ്. സെക്കൻഡറി എഡ്യൂക്കേഷൻ എപ്പോഴും 7 years വേണമെന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ ആയിരുന്നത്. പിന്നെ ഈ ഓർഗനൈസേഷൻ പാറ്റേൺ ഉണ്ടാവണം. ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു പാറ്റേൺ ഉണ്ടാവണം. ലൈക്ക് ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ പ്രീ സ്കൂൾ, LKG, UKG, ഒരു സെഷൻ 3, പിന്നെ ലോവർ പ്രൈമറി, പിന്നെ മിഡിൽ പ്രൈമറി, പിന്നെ ഹയർ പ്രൈമറി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് ഇയറിൽ നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇത് 10+2+3 അങ്ങനെ പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ അവർക്കൊരു ഓർഗനൈസേഷൻ പാറ്റേൺ വേണം ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന് ഈ മുതലിയാർ കമ്മിറ്റി പറഞ്ഞിരുന്നു. അതായിരുന്നു അവരുടെ റെക്കമെൻഡേഷൻ. എല്ലാരും ടേക്ക് ഡൗൺ ചെയ്തില്ലേ നോട്ട്സ്? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. So the next committee is National Education Commission. One second. Sorry, the next commission is the Indian Education Commission. Indian Education Commission is also known as National Education Commission, NEC. This Indian Education Commission is established in 1964 to 66. So in 1964, it was established. It is also known as DS Kothari Commission. Indian Education Commission is also known as DS Kothari Commission. KOTHARI. Kothari Commission. This Indian Education Commission established in 1964 to examine all aspects of the education sector. To examine all aspects of the education sector and make recommendation for improvement. This commission was formed on 14th July 1964. Kothari Commission formed on 14th July 14th July 1964. 1964.
under chairmanship Daulat Singh Kothari. ഞാൻ ടൈപ്പ് ചെയ്യാം. Daulat Singh Kothari. Kothari Commission formed on 14th July 1964 under chairmanship Daulat Singh Kothari. Daulat Singh Kothari. Daulat Singh Kothari. He is a renowned educationist. ഈ കമ്മീഷനും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് to provide free and compulsory education for children up to ages 6 to 14. To provide free and compulsory education for children ages 6 to 14. So focusing on the development of skills and creativity, ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. ഫോക്കസിങ് ഓൺ ദി ഡെവലപ്മെന്റ് ഓഫ് സ്കിൽസ് ആൻഡ് ക്രിയേറ്റിവിറ്റി 10+2+3 സ്ട്രക്ചർ ആണ് ഫോം ചെയ്തത്. അതായത് ഫസ്റ്റ് 3 ഇയേഴ്സ് പ്രീ സ്കൂൾ ആയിരിക്കും, 1 to 3 years. അത് നമ്മള് ഈ സ്ട്രക്ചറിൽ വരുന്നില്ല. 3 years ഇസ് പ്രീ സ്കൂൾ എന്നാണ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് കമ്മിങ് പ്രൈമറി എഡ്യൂക്കേഷൻ. പ്രൈമറി എഡ്യൂക്കേഷനിൽ till 5th standard 1 to 5, that is lower primary and higher primary. പ്രൈമറിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ലോവർ പ്രൈമറി, ഹയർ പ്രൈമറി. So lower primary is till 5th standard 1 to 5, and then higher primary is 6, 7 and 8. So totally 8. Then the yes. Could you please repeat last sentence? Yes, 1 to 3 years is preschool, that we are not calculating in the structure. The structure starts from the primary education. Primary education is we divided into two, that is lower primary and higher primary. Lower primary is still 1 to 5th standard. Higher primary is 6, 7 and 8. So totally 8 classes. Then comes the lower secondary education, that is 9th and 10th standard. 9th and 10th standard is lower secondary education. So we got 2. So 8 plus 2 is 10. Then higher secondary. Higher secondary is 11th standard and 12th standard. So it is 10 plus 2 now. Then comes the last one is higher secondary education. That is a degree course, is for 3 years. So we get a structure organization. We need a structure like 10 plus 2 plus 3. So the 4 commissions ends here. Next comes the supervision. So supervision, on the other hand, is a constant and continuous process of more personal guidance. Don't worry, I'm reading the PDF. Supervision, on the other hand, is a constant and continuous process of more personal guidance based on frequent visit when attention is directed to one or more facets of the school and its organization. What does mean by supervision? I told you in the beginning, supervision means it is about creating and maintaining an environment where students can learn and thrive. Supervision means it's about creating and maintaining an environment
where students can learn and thrive. In students' part. In staff's part, where staffs can effectively carry out their responsibilities. സൂപ്പർവിഷൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്റ്റുഡൻസിന്റെ ഇതിലും ഒന്ന് സ്റ്റാഫ്സിന്റെ മേഖലയിലും. ഒന്ന് സ്റ്റുഡൻസിന്റെ ഇതില് ഇറ്റ്സ് അബൌട്ട് ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എൻവയോൺമെന്റ് വേർ സ്റ്റുഡൻസ് ക്യാൻ ലേൺ ആൻഡ് ത്രൈവ്. THRIVE. Where staff can effectively carry out their responsibility. And the supervision, it helps to ensure that resources are used wisely and that the school is meeting its goal. സൂപ്പർവിഷൻ നമ്മൾ സ്കൂളുകളിൽ വെക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ക്ലാസ് തുടങ്ങിയപ്പോൾ സൂപ്പർവിഷൻ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് ആ ഗോൾസ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ സൂപ്പർവിഷൻ വെക്കുന്നത്. It evenly moves from the improvement of instruction to the growth of learning. In a word, we may say that supervision aims at the development. Supervision നമ്മൾ aim ചെയ്യുന്നത് മൂന്നിലാണ്: development of the teacher, the growth of the students, and the improvement of the teacher learning process. അവര് ടീച്ചേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നും കൂടി നമ്മൾ ഈ സൂപ്പർവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ടീച്ചറിന്റെ വളർച്ച, ഒന്ന് കുട്ടികളുടെ വളർച്ച, പിന്നെ കുട്ടികളും ടീച്ചർമാരും തമ്മിലുള്ള ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ഒരു ഇതില് കുട്ടികൾക്ക് അറിവ് നേടുന്നുണ്ടോ, അവരത് യൂസ് ചെയ്യുന്നുണ്ടോ ലൈഫിൽ എന്നും കൂടിയാണ് നമ്മൾ ഈ സൂപ്പർവിഷനിൽ ഇത് ചെയ്യുന്നത്. And there are 4 points I have made, like table ഇട്ടിട്ടുണ്ട്, like inspection and supervision. രണ്ട് ടേബിൾ ആണ്. So in the inspection, 2 tables, like inspection ഒരു സൈഡില്, supervision ഒരു സൈഡില്, 2 tables ആണ്. ഇൻസ്പെക്ഷൻ സൈഡിൽ വരുന്നത് evaluation and accountability, supervision ഏരിയയിൽ support and improvement. ഇൻസ്പെക്ഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന emphasize on evaluation and accountability, and supervision area we emphasize on support and improvement. Both inspection and supervision aim quality of education. So രണ്ട് സൈഡിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. ഇൻസ്പെക്ഷൻ വൈസിൽ നമ്മൾ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്, സൂപ്പർവിഷൻ സൈഡിലും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് നോക്കുന്നത്. നെക്സ്റ്റ് ഇസ് effective supervision, positive inspection. ഹലോ, കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. Okay. Effective supervision can contribute positive inspection outcomes. നല്ലൊരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്പെക്ഷനും അതിൽ നിന്നുള്ള നമുക്ക് ഔട്ട്കംസ് ഉണ്ടാവുന്നതാണ്. സോ effective supervision can contribute positive inspection outcomes. Inspection സൈഡില് schools are doing right thing right. Inspection side schools are doing right thing right, and supervision side helps schools do things better. Helps school do things better. Inspection നമ്മൾ നോക്കുന്ന സ്കൂൾസ് കറക്റ്റ് റൈറ്റ് തിങ് റൈറ്റ് ആയിട്ടാണോ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കും. സൂപ്പർവിഷനിൽ നമ്മൾ സ്കൂൾസിന് അവര് ഹെൽപ്പ് സ്കൂൾസ് ഡു തിങ്സ് ബെറ്റർ, അതായത് ആ സ്കൂളുകൾ കറക്റ്റ് ആയിട്ട് അവർ ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ സൂപ്പർവിഷനിൽ കൂടെ നമ്മൾ നോക്കുന്നത്. ഈ ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും when they work together ensure students receive a high quality education. ഇൻസ്പെക്ഷനും സൂപ്പർവിഷനും ഒരുമിച്ച് വർക്ക് ആവുമ്പോൾ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ we get a high quality education. So they have to work hand in hand. Any doubts? മനസ്സിലായോ എല്ലാവർക്കും?
Any doubts? ഇത്തിരി ഡ്രൈ ആണ്. ടേബിള് മാത്രം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? കാരണം പറയാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ഇൻസ്പെക്ഷനും റൈറ്റ് സൈഡിൽ സൂപ്പർവിഷനും ആണ് ഞാൻ പറയുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ ഐ വിൽ റീഡ് ഔട്ട് ഇൻസ്പെക്ഷൻ ഫസ്റ്റ്, പിന്നെ സൂപ്പർവിഷൻ. ഇല്ലെങ്കിൽ സെയിം ആയിട്ട് റീഡ് ചെയ്താൽ മതിയോ? ഇടയ്ക്ക് കുറച്ച് മിസ്സായി, അതുകൊണ്ട് ഓക്കെ, നിങ്ങളുടെ സൗകര്യം. Okay. Inspection emphasize on evaluation and accountability. Supervision, support and improvement. ഇൻസ്പെക്ഷനിൽ എയിം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, സൂപ്പർവിഷനിലും എയിം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. രണ്ടുപേരും എയിം ചെയ്യുന്നത് സെയിം ആണ്, ഇൻസ്പെക്ഷനിലും സൂപ്പർവിഷനിലും. Then ഇൻസ്പെക്ഷനിൽ സ്കൂൾസ് ആർ ഡൂയിങ് റൈറ്റ് തിങ് റൈറ്റ്. ഇൻസ്പെക്ഷനിൽ സ്കൂൾസ് ആർ ഡൂയിങ് റൈറ്റ് തിങ് റൈറ്റ്. Supervision helps schools do things better. It helps school do things better. And effective supervision can contribute. Effective supervision can contribute positive inspection outcomes. Effective supervision can contribute positive inspection outcomes. Clear or no? Thank you. Any doubts? Any questions? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സിജിയോട് ഇപ്പൊ ചോദിക്കാം കേട്ടോ. ഡൗട്ടുണ്ടോ? മൈൻഡപ്പ് ചെയ്യാനാണ് സിജിക്ക്. Okay, ma'am. Thank you, ma'am. Thank you, friends. നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലേ നോട്ട്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്? എത്ര സമയം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ സിജി? മാം ഞാനൊരു 2 hours മീതെ എടുത്തല്ലേ? ഞാൻ ആദ്യം തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു കുറച്ചേ ഉണ്ടാവുള്ളൂ, പക്ഷെ റീഡ് ചെയ്ത് വന്നപ്പോ കമ്മിറ്റി കണ്ടപ്പോ എനിക്ക് തോന്നി ഇത് 2 വരി നിൽക്കില്ല. പിന്നെ ഗൂഗിൾ ചെയ്ത് കുറച്ച് പോയിന്റ്സ് ഒക്കെ എടുത്തു. അപ്പോ എല്ലാരും ശ്രദ്ധിക്കുക, ഇൻസ്പെക്ഷൻ അതായത് സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ സിജി പറഞ്ഞത് കൂടാതെ തന്നെ ഗൂഗിൾ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ് നോക്കുക. എല്ലാരും ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക, മാക്സിമം വിവരങ്ങള് ഇൻഫോർമേഷൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കളക്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് കമ്മീഷൻസ് പറഞ്ഞു, സാറ്റലർ കമ്മീഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഹർത്തോം കമ്മിറ്റി പറഞ്ഞു, പിന്നെ മുതലിയാർ കമ്മീഷൻ പറഞ്ഞു, അതുപോലെ തന്നെ എന്താ പറയാ കോട്ടാരി കമ്മീഷൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ മാക്സിമം എന്ത് ചെയ്യുക, അതിൽ നിന്ന് കളക്ട് ചെയ്യുക. ഏത് ക്വസ്റ്റ്യനും അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഇപ്പൊ സിജി ഇതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ചില കാര്യങ്ങള് വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? ചില കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടോ PDF-ലുള്ള കാര്യങ്ങള്? സിജി വിട്ടുപോയിട്ടുണ്ടോ, എന്തെങ്കിലും മിസ്സിംഗ് ആണോ? ലാസ്റ്റത്തെ കുറച്ച് ഞാൻ റീഡ് ഔട്ട് ചെയ്തിട്ടില്ല. നമ്മള് കമ്മിറ്റിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ചുണ്ടായിരുന്നു. ഓക്കെ, അതായത് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ സാഡ്ലർ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം അവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് തിടുക്കത്തിലാണ്
നടത്തുന്നതെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതായത് വളരെ സ്പീഡായിട്ടാണ് സ്കൂൾ ഇൻസ്പെക്ഷൻ നടത്തുന്നതെന്ന് സാറ്റലൈറ്റ് കമ്മീഷന്റെ ഒരു സജഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ഹാർത്തോങ് കമ്മിറ്റി 1929 ഹാർത്തോങ് കമ്മിറ്റി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസിക്ക്, അതായത് എന്താ പറയാ, എഫിഷ്യൻസി ഇല്ലായ്മയ്ക്ക് കാരണം എന്ന് പറയുന്നത് എന്താ പറയാ, നല്ല യോഗ്യതയില്ലാത്ത, അതായത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആളുകളുടെ ആബ്സെൻസ് ആണ്. അതായത് ഒരു സ്കൂൾ സിസ്റ്റത്തിന് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ അവിടെ ജോലിക്കായിട്ട് വരണം, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ ഇല്ലാത്തതിന്റെ ആബ്സെൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും, സ്കൂൾ സിസ്റ്റത്തിൽ കാണാനായിട്ട് സാധിക്കും. എല്ലാ സ്കൂളുകളിലും എന്തുണ്ടാവണം എന്നില്ല, എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ വർക്ക് ചെയ്യണം. ഓക്കെ, ധാരാളം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, കുത്തിക്കയറ്റാറുണ്ട്, അല്ലെ? ധാരാളം ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളെ സ്കൂളിലോട്ടൊക്കെ അവരെടുക്കാറില്ലേ? ഇപ്പൊ ടീച്ചിങ് സ്റ്റാഫിന്റെ കാര്യം എടുക്കാനല്ല ഞാൻ പറയുന്നത്, നോൺ ടീച്ചിങ് സ്റ്റാഫിനെ ആയാലും എന്ത് ചെയ്യാറുണ്ട്, പാർട്ടി ബേസ്ഡ് എന്താണ് എടുക്കാറില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? പാർട്ടിയുടെ ഒക്കെ ഇത് നോക്കിയിട്ട് എടുക്കാറില്ലേ ഓരോരോ സംഘടനകള്? ഉണ്ടല്ലേ? അപ്പൊ ഇവരുടെയൊക്കെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടാണോ അവരെ അങ്ങോട്ട് കയറ്റുന്നത്? ഒരിക്കലും അല്ല, അല്ലെ? അവരെയൊക്കെ പ്രൈവറ്റ് നൽകി കൊണ്ടാണ് സ്കൂളിലേക്ക് അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോ അവിടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, മാറ്റി കളയാണ് അവർ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളുടെ എന്താ പറയാ, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ആബ്സെൻസ് കൊണ്ട് എന്ത് ചെയ്യാം, ഈ ഒരു എന്താ പറയാ എഫിഷ്യൻസി ഇല്ലാതിരിക്കാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്. അങ്ങനെ പറഞ്ഞത് ഹാർത്തോങ് കമ്മിറ്റിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, മുതലിയാർ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാല് സ്കൂൾ ഇൻസ്പെക്ഷനിൽ ലിമിറ്റേഷൻസ് എടുത്ത് കാണിച്ചു. അതായത് നമുക്കറിയാം, സ്കൂൾ ഇൻസ്പെക്ഷൻ നടക്കുമ്പോൾ പെട്ടെന്നായിരിക്കില്ല ഇൻസ്പെക്ടർ കയറി വരുന്നത്, അല്ലെ? നേരത്തെ തന്നെ മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടാകും ഇന്നൊരു ഡേറ്റിലായിരിക്കാം ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും സ്കൂൾ അധികൃതർ എന്ത് ചെയ്യുക, അതിന്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക, അല്ലെ? അപ്പൊ ഇതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് തന്നെ നമ്മളൊരു എന്താ പറയാ, ഒരു സ്കൂളിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാല്, യാതൊരു മുന്നറിയിപ്പ് കൊടുക്കാതെ പെട്ടെന്ന് തന്നെ കയറി ചെന്ന് കഴിഞ്ഞാല് അവിടെ അറിയാൻ പറ്റും എന്താണ് ആ സ്കൂളിൽ നടക്കുന്നത്, അല്ലെ? അപ്പോ പക്ഷെ ഇവിടെ എങ്ങനെയല്ല, മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഡേറ്റ് കൊടുക്കും, ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഇൻസ്പെക്ടർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള എന്തെങ്കിലും കുറവുകളോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട് സ്കൂളുകാര്, അതൊക്കെ നികത്താറുണ്ട്, അല്ലെ? കുറവുകളൊക്കെ പരിഹരിക്കാറുണ്ട്. അപ്പോ ഈ സ്കൂൾ ഇൻസ്പെക്ഷന് ചില ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ത് ചെയ്യുന്നില്ല, ഇൻസ്പെക്ഷന് കാര്യമായിട്ടുള്ള സംഭാവനകൾ അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് നൽകുന്നില്ല എന്നും കൂടി ഈ ഒരു മുതലിയാർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ആണ് കോത്താരി കമ്മീഷൻ പറയുന്നതാണ് 1964-66 സൂപ്പർവിഷന് പ്രാധാന്യം നൽകിയിട്ടുള്ള കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കോത്താരി കമ്മീഷനാണ്. ഓക്കെ, സൂപ്പർവിഷൻ, അതായത് സ്കൂൾ ഇൻസ്പെക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് സ്കൂളുകളിൽ നടക്കുന്ന സൂപ്പർവിഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ആയിട്ട് വരുന്നത് കോത്താരി കമ്മീഷനാണ് കേട്ടോ. ഓക്കെ, അതായത് ടീച്ചേഴ്സിന്റെ ആയാലും കുട്ടികളുടെ ആയാലും ഡെവലപ്മെന്റിന് ആവശ്യം സൂപ്പർവിഷൻ ആണെന്ന് പറഞ്ഞു വെക്കുന്നതും കോത്താരി കമ്മീഷനാണ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ ആണ്. നമ്മള് 2020 ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന പാറ്റേൺ എന്താണെന്ന് അറിയാം? ഇപ്പൊ സിജി കുറെ പാറ്റേണുകൾ പറഞ്ഞല്ലോ ഇതിനകത്ത്. കോത്താരി കമ്മീഷൻ ആയാലും അതുപോലെ തന്നെ മുതലിയാർ കമ്മീഷൻ ആയാലും ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്താ? എന്താണ് ആ പാറ്റേൺ? അറിയില്ല മാം. കേട്ടിട്ടില്ല നിങ്ങള്? അറിയില്ല? മാം 6 വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ഒന്ന് ഓർത്തു നോക്കിയേ, ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അറിയണ്ടേ? 3 വയസ്സില് പ്രീ KG, 4 വയസ്സില് LKG, 5 വയസ്സില് UKG, അങ്ങനെ അങ്ങനെയാണോ?
6 വയസ്സിൽ 1ാം ക്ലാസ്സിൽ ചേർക്കുക എന്നുള്ളൊരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. 5+3+3+4 അതാണ് പാറ്റേൺ. ഒരു കാര്യം ചെയ്യാ, അതിനെ കുറിച്ച് കൂടുതലായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എഴുതിക്കൊണ്ട് വരാം കേട്ടോ. പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസിയാണ് 5+3+3+4. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ഈ പാറ്റേൺ എന്താണെന്ന് ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാ, എഴുതിക്കൊണ്ട് വരും. മനസ്സിലാകുന്ന രീതിയിൽ എഴുതിക്കൊണ്ട് വരാനായിട്ട് നോക്കുക. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? എഴുതിക്കൊണ്ട് വരുമോ? നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ് കൂടുതൽ എഴുതിക്കൊണ്ട് വരാം മാം. എഴുതിക്കൊണ്ട് വരാം കേട്ടോ. പാറ്റേൺ അറിയാലോ, 5+3+3+4 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ഓക്കെ, ഓക്കെ, ഞാൻ അടുത്ത ചാപ്റ്റർ എടുക്കാൻ പോകുന്നത്, ഇന്ന് സമയം ഉണ്ടാവില്ല എടുക്കാൻ, തുടങ്ങി ഒന്ന് വെക്കാം. മൊഡ്യൂൾ 5-ലെ യൂണിറ്റ് 3 ആണ് കേട്ടോ. പേജ് നമ്പർ 149. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ഫാമിലി എൻഗേജ്മെന്റ്. ഏർലി ചൈൽഡ്ഹുഡ്, അതായത് അവരുടെ എന്താ പറയാ, ഒരു കുട്ടി ചെറുതായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്താ പറയാ പ്രീ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ ചെറിയ സ്റ്റേജില് കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഫാമിലീസ് കൊടുക്കുന്ന സപ്പോർട്ടിനെ കുറിച്ച്, അല്ലെങ്കിൽ ഫാമിലീസിന്റെ എൻഗേജ്മെന്റിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളോട് പറയുന്നത് കേട്ടോ. ഈ ചാപ്റ്ററിനെ കുറിച്ചിട്ട് വിശദമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, വായിച്ചിട്ട് വരിക. ഫസ്റ്റ് പേജ് ആൻഡ് സെക്കൻഡ് പേജ് വരും, ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. ഞാൻ ഒരാളോട് ചോദിക്കുക, അല്ലെങ്കിൽ എല്ലാവരും റെഡി ആയിട്ട് തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ പറയാനുള്ള സംഭവം തന്നെയാണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ, അല്ലെങ്കിൽ അവരുടെ ഇയർലി ചൈൽഡ്ഹുഡില് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഫാമിലീസ് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും വായിച്ചിട്ട് വരുമല്ലോ. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വന്നു. NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, അതിനെ കുറിച്ചിട്ട് എഴുതിക്കൊണ്ട് വരാനായിട്ട് പറഞ്ഞു. രണ്ടാമത്തത് ഇതിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേജ് വായിച്ചിട്ട് വരാനും പറഞ്ഞു. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് വരിക കേട്ടോ. അപ്പൊ താങ്ക് യു സിജി, ഇതൊരു സെമിനാർ കണ്ടക്ട് ചെയ്തതിന് താങ്ക് യു കേട്ടോ. Thank you, ma'am. Thank you for giving me a chance, ma'am. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറയാം സെമിനാർ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ആരൊക്കെ എന്തൊക്കെയുണ്ടെന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.